അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പോക്ക്. നമ്മൾ ആ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തതാണ്, നമ്മളിത് സ്ക്രിപ്റ്റ് എഴുതിയാണ് എന്നൊക്കെ പറഞ്ഞുള്ള സംസാരങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസാണ് വരുന്നത്. ഈ ഒരു സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു. ഞാൻ എൻ്റെ ക്യൂവിനെ പറഞ്ഞാൽ ഇതൊക്കെ ഒരു ദുസ്വപ്നം പോലെ മറന്നുകളയാനാണ് എനിക്ക് ഇപ്പോഴും ആഗ്രഹം. എനിക്ക് അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. ഈ അമൃതയുടെ അച്ഛൻ നമ്മളെ വിട്ട് പോയതിന് ശേഷമാണ് നമ്മളെല്ലാവരും ഒന്നിച്ചതും, അല്ലെങ്കിൽ ആ ഒരു പിണക്കങ്ങളൊക്കെ അങ്ങ് മാറിയതും ആ ഒരു മരണത്തിന് ശേഷമാണ്. അപ്പം അത് മനസ്സിലാക്കാൻ പറ്റാവുന്നവർക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഒരു മകൻ എന്നുള്ള രീതിയിൽ എനിക്കപ്പോൾ അച്ഛൻ്റെ ഒരു വിടവാങ്ങലും കൂടി ആയപ്പോൾ നമ്മുടെ ജീവിതം ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു ഉറപ്പായിട്ടും തിരിച്ചറിവ് എനിക്കുണ്ടായി. ഈ മനസ്സിന് ഒരു പിണക്കവും ഒരു വാശിയും ദേഷ്യവും ഒക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പോയതും അതൊക്കെ പിന്നീട് ഞാൻ എല്ലാവരോടും സഹകരിച്ചതും മിണ്ടിയതും ഒക്കെ അതുകൊണ്ടാണ്. അപ്പം അതിന് മുമ്പ് വരെ വന്നത്, അല്ലെങ്കിൽ ആ മിണ്ടാതിരുന്ന കുറേ നാളുകൾക്ക് മുമ്പ് വന്ന കമൻസ് ഇങ്ങനെയായിരുന്നു: അച്ഛനും അമ്മയോടും സ്നേഹമില്ലാത്തവൻ, ആരോടും ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തൊരു മകൻ, വൈഫിൻ്റെ വാക്ക് കേട്ട് പോകുന്നൊരുത്തൻ എന്നൊക്കെ പറഞ്ഞുള്ള ചീത്തോളിയായിരുന്നു എനിക്ക് അന്ന് വരെ. മിണ്ടി കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ സംസാരം എന്ന് പറയുമ്പോൾ സ്ക്രിപ്റ്റ്, ഇതെല്ലാം നാടകം. അപ്പം മിണ്ടിയതാണോ പ്രശ്നം, മിണ്ടാതിരുന്നതാണോ പ്രശ്നം എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ശരിയാണ്, നമുക്ക് എല്ലാവരുടെയും വാ മൂടി കെട്ടാനൊന്നും സാധിക്കില്ല. ഇതൊരു സോഷ്യൽ മീഡിയയാണ്. എല്ലാവർക്കും എല്ലാവരുടെ അഭിപ്രായങ്ങൾ, ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വമായിരിക്കും, ഓരോ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും. അതിനൊക്കെ മാനിക്കണം. പക്ഷേ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ തോന്നാറുണ്ട്. വേറൊരു ആൾക്കാർ പറയുന്നത് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്.